എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയോടുകൂടി ഈ ഒരു പരീക്ഷകളൊക്കെ അവസാനിക്കും. ഓൾറെഡി സയൻസ് വിദ്യാർത്ഥികൾക്ക്, അതായത് +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ +2 വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ്, അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ് പരീക്ഷയുള്ളത്. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾക്ക് ബയോളജി, അതുപോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സംസ്കൃത് സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയമാണ് +1 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിലവിലെ ഓർഡർ പ്രകാരം ഈ വർഷത്തെ +1 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തപ്പെടുക അടുത്ത വർഷം, അതായത് 2025 മാർച്ചിലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ ഒരു പരീക്ഷ നടത്താറുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാൽ ഇനി വരുന്ന വർഷം തൊട്ട്, അതായത് ഈ വർഷം തൊട്ടുള്ള +1 വിദ്യാർത്ഥികൾക്ക് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നത് ഈ ഒരു മാർച്ച് മാസത്തിലാണ്. 2025 +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും. അതായത് നിങ്ങളുടെ ജൂനിയറായിട്ട് വരുന്ന +1 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്ന സമയം അവരോടൊപ്പമായിരിക്കും നിങ്ങൾക്കും പരീക്ഷ നടത്തുക. അപ്പോൾ ഇത് സംബന്ധിച്ച് പുതുതായിട്ട് എന്തെങ്കിലും ഓർഡറുകൾ വരുന്ന സമയത്ത് അത് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് +1 വിദ്യാർത്ഥികൾക്ക് അത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റലായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ DHSC വെബ്സൈറ്റ് നിങ്ങൾ അതായത് ഓഗസ്റ്റ് മാസം മുതൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങുക. അങ്ങനെയെങ്കിൽ അഥവാ വല്ല മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിവരം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ചില സമയത്ത് അതായത് ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ആ ഒരു ടൈമിൽ എത്തിപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു DHSC കേരള വെബ്സൈറ്റ് അതായത് ഓഗസ്റ്റ് മാസം മുതൽ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, അഥവാ സർക്കുലർ മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയമാണ് ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതാൻ സാധിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ 3 സബ്ജക്റ്റുകളാണ് ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതാനായിട്ട് സാധിക്കുക. 3 സബ്ജക്റ്റ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും, അഥവാ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് +1 പരീക്ഷ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് 3 വിഷയങ്ങൾ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു 3 വിഷയങ്ങൾ കൂടി ഇതിനോടൊപ്പം ആ ഒരു +1 ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾ ഈ ഒരു സാഹചര്യത്തിലല്ല, അതായത് നിങ്ങൾ എല്ലാ പരീക്ഷയും എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാ വിഷയങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ആ ഒരു വിദ്യാർത്ഥിക്ക് 3 വിഷയങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ ഇനി വരുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സർക്കുലറിൽ പ്രത്യേകം അത് വ്യക്തമാക്കും. അങ്ങനെ വല്ല മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. നിലവിൽ 3 വിഷയങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്. എന്തെങ്കിലും കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്ന +1 പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള 3 സബ്ജക്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു 3 സബ്ജക്റ്റ് ഈ ഒരു സേ പരീക്ഷ എഴുതുന്നതിനും അതുപോലെ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 175 രൂപയാണ് ഒരു വിഷയത്തിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ 40 രൂപ ടോട്ടൽ എല്ലാ വിഷയങ്ങൾക്കും കൂടി 40 രൂപ ആണ് സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതായത് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് A+ കിട്ടുമോ എന്നുള്ളത്. അത് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അതായത് എങ്ങനെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതി എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ നിങ്ങൾ സേ എഴുതിയാലും അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയാലും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ +1 ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ സേ പരീക്ഷ വഴിയോ A+ നേടാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പിന്നീട്, അതായത് നിങ്ങൾ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് ഇനി വിദ്യാർത്ഥികൾക്ക് +1 ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സംസ്കൃത സാഹിത്യം, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് അടുത്ത നാളത്തെ പരീക്ഷയുള്ളത്. അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കുക. +2 വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് ആണ്. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാലും അതിൽ A+ നേടുന്നതിനൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട്, അതായത് നിങ്ങൾ മിനിമം വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 60 മാർക്കിൽ 18 മാർക്കും, അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് 80 മാർക്കിൻ്റെ വിഷയത്തിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 24 മാർക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ കിട്ടുകയാണെങ്കിൽ ഡബിൾ പാസ്സായി. അതായത് 18 മാർക്ക് മിനിമം വേണ്ട ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ 36 മാർക്ക് വാങ്ങിക്കുകയും, അതുപോലെ 24 മാർക്ക് മിനിമം വേണ്ട സബ്ജക്റ്റിന് നിങ്ങൾ
വാങ്ങിച്ച മാർക്ക് എന്ന് പറഞ്ഞാൽ 48 മാർക്കാണ് വാങ്ങിച്ചതെങ്കിലും നിങ്ങൾക്ക് ഡബിൾ പാസ്സാണ്. അതായത് 2ാം വർഷ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകും എന്നുള്ളതാണ് ഇതിങ്ങനെ ഡബിൾ പാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് ഇനത്തിലാണ് ഇത് വാങ്ങിക്കേണ്ടത്. അത് എഴുത്ത് പരീക്ഷയിലാണ് വാങ്ങിക്കേണ്ടത്. CE കൂട്ടാതെ നിങ്ങൾക്ക് 36 48 2 വർഷം കൂടി സബ്ജക്റ്റുകൾക്ക് ലഭിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വഴി നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡ് വേണമെങ്കിൽ നേടാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ചെയ്തിരിക്കണം. അതുപോലെ ചെയ്യുന്ന ആൻസേഴ്സ് കറക്റ്റും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് A+ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ +1 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തപ്പെടുന്നത് ഈ ഒരു 2025 മാർച്ചിലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും. അപ്പോൾ ഇതാണ് നിലവിലുള്ള തീരുമാനം. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരിക ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ, അതായത് ഇപ്പോൾ ഈ ഒരു +2 കഴിഞ്ഞ ശേഷം പിന്നീട് +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അതത് സമയത്ത്, അതായത് ഓഗസ്റ്റ് മാസം മുതൽ DHSC വെബ്സൈറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ടൈം കഴിഞ്ഞ ശേഷം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞതുപോലെ 3 സബ്ജക്റ്റ് ആവശ്യമെങ്കിൽ സേ എഴുതുന്നതിനും, അതായത് 3 എണ്ണം എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് 1 വേണമെങ്കിൽ 1 എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 3 സബ്ജക്റ്റാണ് മാക്സിമം ഈ ഒരു സേ അല്ല ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ 3 സബ്ജക്റ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാതെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിനോടൊപ്പം തന്നെ ആ ഒരു 3 സബ്ജക്റ്റ് സേ പരീക്ഷയായിട്ടും എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.